ഓസ്കാറിന് അപ്പുറത്തൊന്നും കിട്ടാനില്ല. കാര്യയിലോട്ട് അലിഞ്ഞിരിക്കുമ്പം മ്യൂസിക് കേട്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുണ്ട്. ശരിക്കും പടം ഓസ്കാറിന് വിടണം. ഒരുപാട് വായിച്ച കഥയായതുകൊണ്ട് കാണാൻ നല്ല രസമായിരുന്നു. നല്ല അഭിനയം വീട്ടിലും രാജ് പൊളിച്ച്. രാജ് മാത്രമല്ല കൂടുതലുള്ള ചെറുക്കനും നല്ല അഭിനയം തന്നെ. എക്സ്ട്രാ ഓർഡിനറി കിടിലം പടമാണ്. ഒരു രക്ഷയില്ല, എല്ലാം കൊണ്ടും അടിപൊളി. തികഞ്ഞ കിടിലം പടം. മാസ്റ്റർ പീസ് പടമാണ്. അടിപൊളി പടം. ഇമോഷണൽ എല്ലാം നല്ല കണക്റ്റ് ആവും. നല്ല എല്ലാം കൊണ്ടും ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പടമാണ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഗംഭീര പടം. സെക്കൻഡ് ഹാഫ് എൻ്റെ സൂപ്പർ സാധനം. പറയാന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ കരിയറിലെ ബെസ്റ്റ് പടം. ഇമോഷണലി നമുക്ക് നല്ല രീതിയിൽ ഫീൽ ആവും. പ്രത്യേകിച്ച് ആ മരുഭൂമിയിലുള്ള സീൻ എന്ന് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മ്യൂസിക് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലായത് നമ്മൾ സിനിമയിലോട്ട് അലിഞ്ഞിരിക്കുമ്പം മ്യൂസിക് കേട്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, സൂപ്പർ പടം, എല്ലാവരും പോയി കാണേണ്ടി. ഓസ്കാറിന് അപ്പുറത്തൊന്നും കിട്ടാനില്ല. കാര്യം പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഒരു പടമാണ്. അതിന് 100% പുള്ളിക്കാരൻ നീതി പുലർത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു പടം. അമ്മാതിരി കണക്ക് ചെയ്തുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പടം നജീബൊക്കെ എൻ്റെ പൊന്നിക്ക നമ്മൾ എടുത്ത് പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളവിടെ എത്ര വട്ടം കയ്യിൽ നിന്ന് രോമിനേറ്റ് പൊങ്ങി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അമ്മാതിരി റേഞ്ച് എടുത്തിട്ടുണ്ട് സാധനം. ഒരു രക്ഷയില്ല പടം 150 രൂപ മുടക്കിയ അതിനുള്ള ഉണ്ട്. നജീബ് ക്യാരക്ടറായിട്ട് ഇമോഷണലി കണക്റ്റായി. ഓരോ ഫ്രെയിമും നമുക്കൊരു വാൾപേപ്പർ എന്ന രീതിയിൽ വരെ പറയാം.